ഗോഡ് എല്ലാവർക്കും KTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗേറ്റിൽ 2 ഇമ്പോർട്ടൻറ്റ് സെഷൻസ് നമ്മൾ നടത്തി, നെറ്റ്വർക്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇന്ന് നമ്മൾ അതിൽ മൂന്നാമത്തെ പാർട്ടിലൂടെ കിടക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസിയൻസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസിയൻസിൽ ആദ്യമായിട്ട് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ട്രാൻസിയൻസിൽ ഓരോ ഇതിലും റെപ്രസെൻറ്റ് ചെയ്യുക, ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനാണ് അത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തിലെ കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറാണ്. ഓക്കെ, ഇൻഡക്ടർ നമുക്കറിയാം, ഒരു കോയിലുണ്ട്. ആ ഇൻഡക്ടറിന് അക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ടാവും, VL(t). അപ്പോൾ അത് കറണ്ട് പോകുന്നത് IL(t) എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇൻഡക്ടറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, VL(t) എന്ന് പറഞ്ഞാൽ L × dIL/dt ആണ് നമ്മുടെ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. അതുപോലെ തന്നെ കറണ്ടിൻ്റെ ഇക്വേഷൻ IL(t) എന്ന് പറഞ്ഞാൽ 1/L ഇൻ്റഗ്രൽ -∞ to ∞ VL(t) dt. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു -∞ to ∞ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. എങ്ങനെയാണ്? -∞ to 0 അതുപോലെ തന്നെ 0 to ∞ അല്ലെങ്കിൽ 0 to t. ഓക്കെ, ഇത് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ കാണുന്ന ഭാഗം 1/L ഇൻ്റഗ്രൽ -∞ to 0 VL(t) dt നമ്മൾ IL(0) എന്ന് പറയും. അതായത് ഇനീഷ്യൽ കണ്ടീഷനിൽ ഉണ്ടാകുന്ന കറണ്ട് പ്ലസ് IL' എന്ന് പറഞ്ഞാൽ 0 to ∞ VL(t) dt. അപ്പോൾ ഒരു ഇൻഡക്ടർ കറണ്ട് IL(t) നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇനീഷ്യൽ കറണ്ട് സോഴ്സ് IL(0) പ്ലസ് ഒരു IL'. ഇതാണ് നമ്മുടെ ഒരു ഇൻഡക്ടറിൽ കൂടി പോകുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയാം. ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാം. IL(t) ഇത് വെക്ടർ സമാണ്. IL(t) = IL(0) അത് കറണ്ട് സോഴ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു പ്ലസ് IL'. അപ്പോൾ ഒരു ഇൻഡക്ടർ കറണ്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഈ രണ്ട് വാല്യൂസിൻ്റെ സമ്മാണ്. ഇനീഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഇനീഷ്യൽ വാല്യൂ ഉണ്ടെങ്കിൽ ഇനീഷ്യൽ വാല്യൂ പ്ലസ് ഇൻഡക്ടർ ശരിക്കുള്ള ഇൻഡക്ടറിൽ കൂടി പോകുന്ന കറണ്ട് IL'. ഇതിനെ നമുക്ക് S ഡൊമൈനിലോട്ട് മാറ്റുകയാണെങ്കിൽ നമുക്കറിയാം IL(t)ൻ്റെ ലാപ്ലേസ് എന്ന് പറഞ്ഞാൽ IL(s) ആണ്. IL' എന്ന് പറഞ്ഞാൽ IL'(s) ആയിരിക്കും. ഇൻഡക്ടർ L-നെ നമ്മൾ S ഡൊമൈനിൽ SL ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു കോൺസ്റ്റന്റ് വാല്യൂ I0ൻ്റെ ലാപ്ലേസ് എന്ന് പറഞ്ഞാൽ I0/S ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഇൻഡക്ടർ വരികയാണെങ്കിൽ ആ ഇൻഡക്ടറിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാം. ഇങ്ങനെയാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ കപ്പാസിറ്റർ എടുത്താലും നേരത്തെ കണ്ട പോലത്തെ ഇക്വേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്റർ നമുക്കറിയാം VC എന്ന് പറഞ്ഞാൽ VCയുടെ ഇക്വേഷൻ എന്തായിരിക്കും? VC കപ്പാസിറ്റർ അക്രോസ് VC എന്ന് പറഞ്ഞാൽ 1/C ഇൻ്റഗ്രൽ -∞ to ∞ IC(t) dt. ഇതാണ് നമ്മുടെ VCയുടെ ഇക്വേഷൻ. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും VC(t) = VC(0) ഒരു വോൾട്ടേജ് സോഴ്സ് പ്ലസ് VC'. ഇങ്ങനെയാണ് നമ്മൾ കപ്പാസിറ്റർ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ഫിഗറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ VC(t) ഒരു കറണ്ട് സോഴ്സ്, ഇനീഷ്യൽ കറണ്ട് സോഴ്സ് VC(0) പ്ലസ് അതിന് അക്രോസുള്ള കപ്പാസിറ്ററിന് ശരിക്കുള്ള അക്രോസുള്ള വാല്യൂ VC'. അപ്പോൾ ശരിക്കുള്ള കപ്പാസിറ്ററിന് അക്രോസുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ VC(t) ആണ്. ഓക്കെ, ഇതിനെ ലാപ്ലേസ് ഡൊമൈനിലോട്ട് മാറ്റുമ്പോൾ VC(t)നെ VC(s) എന്ന് എഴുതും. അതുപോലെ തന്നെ VC ഒരു കോൺസ്റ്റന്റ് വാല്യൂവിൻ്റെ ലാപ്ലേസ് അത് /S ആയിരിക്കും. കപ്പാസിറ്റർ നമ്മൾ 1/SC ആണ് നമ്മൾ റീപ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനി ഓർത്തിരിക്കേണ്ട അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസിയന്റ് അനാലിസിസ് കനോട്ട് ബി ഡൺ ഫോർ പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. ഒരു പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് മാത്രമുള്ളെങ്കിൽ അതിൽ നമുക്ക് ട്രാൻസിയന്റ് അനാലിസിസ് നടത്താനായിട്ട് പറ്റില്ല. ഈ പോയിന്റ് ഓർത്തിരിക്കുക. നമ്മുടെ കപ്പാസിറ്ററിനെ അക്രോസുള്ള വോൾട്ടേജും ഇൻഡക്ടറിൽ പോകുന്ന കറണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എങ്ങനെയാണ്? VC(t) = VC(∞) പ്ലസ് VC(0) പ്ലസ് മൈനസ് VC(∞) ഇൻറ്റു e⁻t/τ. അതുപോലെ തന്നെ IL(t) = IL(∞) പ്ലസ് IL(0) പ്ലസ് IL(0) മൈനസ് IL(∞) ഇൻറ്റു e⁻t/τ. ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ട്രാൻസിയൻസിലെ ഒരുവിധം പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കണ്ടീഷൻ എപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യുക? t greater than 0 എന്ന് പറയുന്ന കണ്ടീഷനിലാണ് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുക. VC(t) എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജ്, VC(∞) എന്ന് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിലുള്ള കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജ് ആണ് VC(∞). VC(0) എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ അല്ലെങ്കിൽ ട്രാൻസിയന്റ് സ്റ്റേറ്റിൽ എന്താണോ അതിൻ്റെ വാല്യൂ അതാണ് VC(0). e⁻τ എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റന്റ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്തിരിക്കണം. എളുപ്പമാണ്. VC(t) = ആദ്യം ഇൻഫിനിറ്റിയുടെ വാല്യൂ പ്ലസ് ബ്രാക്കറ്റിലെ ഇനീഷ്യൽ വാല്യൂ മൈനസ് ഫൈനൽ വാല്യൂ ഇൻറ്റു e⁻t/τ. ഇനി ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ വോൾട്ടേജ് കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് ഇൻസ്റ്റന്റേനിയസ്ലി ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ VC(0- VC(0+) ആണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കപ്പാസിറ്റർ വോൾട്ടേജ് കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. അതുപോലെ തന്നെ ഇൻഡക്ടർ കറണ്ട് കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. ഇൻഡക്ടറിൽ കൂടിയുള്ള കറണ്ടും ഇൻസ്റ്റന്റേനിയസ്ലി ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ IL(0- IL(0+) ആണ്. അടുത്തത് നമ്മുടെ ടൈം കോൺസ്റ്റന്റ് τ. RC സർക്യൂട്ട് ആണെങ്കിൽ ടൈം കോൺസ്റ്റന്റ് വാല്യൂ R=C= ആണ്. അതുപോലെ തന്നെ RL നെറ്റ്വർക്ക് ആണെങ്കിൽ ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ L=R= ആണ്. ഇനി ഈ ടൈം കോൺസ്റ്റന്റ് τ ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എപ്പോഴും ഡിഫൈൻ ചെയ്യാം ആഫ്റ്റർ സ്വിച്ചിങ് പീരീഡിന് ശേഷമാണ് നമ്മൾ ടൈം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് പാടുള്ളൂ. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ട്രാൻസിയന്റ് കണ്ടീഷനിൽ എങ്ങനെയാണ് ഓരോ ഇതും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നോർമലി നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണുന്ന ഒരു സിമ്പിളാണ് ഇങ്ങനെ ഒരു സിമ്പിൾ. ഓക്കെ, ഇതൊരു സ്വിച്ച് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക.
ടി ഈക്വൽ ടു 0. ഇതൊരു സ്വിച്ച് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടി ഈക്വൽ ടു 0 ടൈമിൽ ഈ സ്വിച്ച് ക്ലോസ് ചെയ്തു. അതാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ. അതുപോലെ ഇതിൻ്റെ ആരോ ഓപ്പോസിറ്റ് ആയിരിക്കും. അതിനർത്ഥം എന്ന് വെച്ചാൽ ടി ഈക്വൽ ടു 0 ആ സ്വിച്ച് ഓപ്പൺ ചെയ്തു. അതാണ് അതിൻ്റെ മീനിങ്. ഇനി ടി ഈക്വൽ ടു 0 സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ, ടി ഈക്വൽ ടു 0 ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം അതിൻ്റെ അടുത്ത ഇൻസ്റ്റിങ്ക്റ്റിൽ വരുന്ന വാല്യൂവിനെയാണ് നമ്മൾ 0+ എന്ന് പറയാം. ഓക്കെ, ടി ഈക്വൽ ടു 0 സ്വിച്ച് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷമുള്ള വാല്യൂ 0+നെയാണ് നമ്മൾ ട്രാൻസിയൻ സ്റ്റേറ്റ് എന്ന് പറയാം. ടി ഈക്വൽ ടു 0- സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്ന സമയത്തുള്ള ടി ഈക്വൽ ടു 0- നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ടി ഈക്വൽ ടു 0 ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 0+നെ നമ്മൾ ട്രാൻസിയൻ സ്റ്റേറ്റും 0- നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്നാണ് പറയാം. ഇനി ട്രാൻസിയൻ കണ്ടീഷനിൽ, അതായത് ടി ഈക്വൽ ടു 0+ൽ ഇൻഡക്ടർ ആക്ട് ആസ് എ ഓപ്പൺ സർക്യൂട്ട്. ട്രാൻസിയൻ കണ്ടീഷനിൽ ഇൻഡക്ടർ ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുക, കപ്പാസിറ്റർ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇനി ഓർത്തിരിക്കേണ്ടത്, ഇൻഡക്ടറിൽ ഇനീഷ്യലായിട്ട് എന്തെങ്കിലും കറണ്ട് ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ അതിൻ്റെ ഇക്വലന്റ് കറണ്ട് സോഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, IL(0) ഉണ്ടെങ്കിൽ, ഇഫ് IL(0) ഉണ്ടെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഒരു കറണ്ട് സോഴ്സ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ കപ്പാസിറ്റർ VC(0) ഉണ്ടെങ്കിൽ അതിനെ നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ പഠിച്ചു, കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് ഇൻസ്റ്റന്റേനിയസ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇൻഡക്ടറിൽ കൂടിയുള്ള കറണ്ടും ഇൻസ്റ്റന്റേനിയസ്ലി ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ 2 പോയിന്റ് ഓർത്തിരിക്കുക. ഇതാണ് ട്രാൻസിയന്റ് കണ്ടീഷൻ. അടുത്തത് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. സ്റ്റഡി സ്റ്റേറ്റിൽ 2 കണ്ടീഷൻ വരും. ഒന്ന്, സ്വിച്ച് ക്ലോസ് ചെയ്തതിനു ശേഷം ഇൻഫിനിറ്റി എടുക്കുന്ന സമയം, ടി ഈക്വൽ ടു ഇൻഫിനിറ്റി എടുക്കുന്ന സമയം, അത് സ്റ്റഡി സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ ടി ഈക്വൽ ടു 0- എന്ന് പറഞ്ഞു, സ്വിച്ച് ക്ലോസ് ചെയ്യുന്നതിനേക്കാൾ മുൻപുള്ള കണ്ടീഷനും അതും ഒരു സ്റ്റഡി സ്റ്റേറ്റ് ആണ്. സ്റ്റഡി സ്റ്റേറ്റിൽ ഇൻഡക്ടർ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുക, കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട്. ഓർത്തിരിക്കുക, സ്റ്റഡി സ്റ്റേറ്റിൽ ഇൻഡക്ടർ എപ്പോഴും ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും, കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഈ പോയിന്റ് നോട്ട് ചെയ്യാം. ഇനി ട്രാൻസിയൻ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ മെയിനായിട്ട് നമ്മൾ 3 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ട്രാൻസിയൻ സ്റ്റേറ്റിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ 3 സ്റ്റേറ്റുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം, ഇതാണ് നമ്മുടെ സിമ്പിൾ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക ഈ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ടി ഈക്വൽ ടു 0 ഈ സ്വിച്ച് ക്ലോസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 കണ്ടീഷൻസ് ആണ് നമ്മൾ എടുക്കുക. ഒന്ന്, ടി ഈക്വൽ ടു 0-, അതായത് സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്ന സമയത്തുള്ള കണ്ടീഷൻ. അതിനുശേഷം സ്വിച്ച് ക്ലോസ് ആയ വഴിക്ക് 0+ എന്ന് പറഞ്ഞ കണ്ടീഷൻ എടുക്കും. അതിനുശേഷം മൂന്നാമത്തത് ടി ഈക്വൽ ടു സ്വിച്ച് ക്ലോസ് ആയതിനു ശേഷം സ്റ്റഡി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി ടൈമിൽ എടുക്കുന്ന കണ്ടീഷൻ. അങ്ങനെ 3 കണ്ടീഷനാണ് നമ്മൾ ട്രാൻസിയൻ സ്റ്റേറ്റിലെ പ്രോബ്ലംസിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. അതിൽ ടി ഈക്വൽ ടു 0- എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനാണ്. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആണെങ്കിൽ അതിൽ ഇൻഡക്ടറിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും, കപ്പാസിറ്ററിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇനീഷ്യൽ കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനീഷ്യൽ കറണ്ട് വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അതാണ് ടി ഈക്വൽ ടു 0- നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്തത് ടി ഈക്വൽ ടു 0+ എന്ന് പറഞ്ഞാൽ ട്രാൻസിയൻ സ്റ്റേറ്റ് ആണ്. ട്രാൻസിയൻ സ്റ്റേറ്റിൽ നമുക്കറിയാം, ഇൻഡക്ടൻസ് എപ്പോഴും റീപ്ലേസ് ഇൻഡക്ടൻസ് ബൈസ് ഇനീഷ്യൽ കറണ്ട്, അതുപോലെ തന്നെ റീപ്ലേസ് കപ്പാസിറ്റർ ബൈസ് ഇനീഷ്യൽ വോൾട്ടേജ്. ഓക്കെ, ഇനി ഇനീഷ്യൽ കറണ്ട് ഇനീഷ്യൽ വോൾട്ടേജ് ഇല്ലെങ്കിൽ ട്രാൻസിയൻ സ്റ്റേറ്റിൽ എന്തായിരിക്കും? ട്രാൻസിയൻ സ്റ്റേറ്റിൽ ഇൻഡക്ടർ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും, കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. ഓക്കെ, ഇൻഡക്ടർ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും, ഇൻഡക്ടർ എന്തായിരിക്കും? ഇൻഡക്ടർ വിൽ ബി ഓപ്പൺ സർക്യൂട്ട് ആൻഡ് കപ്പാസിറ്റർ വിൽ ബി ഷോർട്ട് സർക്യൂട്ട്. ഇനി ടി ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ വീണ്ടും സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനാണ്. ആ കണ്ടീഷനിലും ഇൻഡക്ടർ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും, കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഈ കണ്ടീഷനിലായിരിക്കും നമ്മൾ IL(∞)യും VC(∞)യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുന്ന 2 ഇക്വേഷൻ ആണ് എനർജി. എത്ര എനർജിയാണ് ഒരു ഇൻഡക്ടർ സ്റ്റോർ ചെയ്യുക? ഇൻഡക്ടർ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ ½ Li² ആണ്. അതുപോലെ തന്നെ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ ½ CV². ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിൽ ചോദിക്കാം, വാട്ട് വിൽ ബി ദി ഇനീഷ്യൽ കറന്റ് എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ? ആ സമയത്ത് ഐൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ I0+0- ആണ് എടുക്കുക. ഇനീഷ്യൽ ആയിട്ടുള്ള കണ്ടീഷനിൽ എടുക്കുമ്പോൾ ഇതിനെ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷനിൽ പറയുകയാണെങ്കിൽ ഇതിന് ഐൻ്റെ വാല്യൂ നമ്മൾ എടുക്കുക IL(0- ആണ് എടുക്കുക. ഇനി ഫൈനൽ വാല്യൂ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫൈനൽ അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ആണ് ചോദിക്കുന്നെങ്കിൽ ഐൻ്റെ വാല്യൂ നമ്മൾ IL∞ ആണ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുക. അതുപോലെ തന്നെയാണ് കപ്പാസിറ്ററിൻ്റെ കേസ്. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ 2-3 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ട്രാൻസിയൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട് ചെയ്ത പോയിന്റ്സ് നമ്മൾ നോക്കി. ആ ഒരു സ്റ്റെപ്സ് മാത്രം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസിയൻസിലെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ വരാണെങ്കിൽ അത് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 3 സ്റ്റെപ്സാണ് നമ്മൾ അവസാനമായിട്ട് നോക്കിയത്. 3 സ്റ്റേറ്റുകൾ, ഒന്ന് ടി ഈക്വൽ ടു 0-, 2 ടി ഈക്വൽ ടു 0+, 3 ടി ഈക്വൽ ടു ഇൻഫിനിറ്റി. ഈ 3 സ്റ്റേറ്റിലും ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന ഓരോ എലിമെൻസിൻ്റെയും കണ്ടീഷൻ ഓപ്പൺ സർക്യൂട്ട് ആണോ ഷോർട്ട് സർക്യൂട്ട് ആണോ, അതിൽ നിന്ന് അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസും ഇക്വലൻ്റ് ആയിട്ടുള്ള ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും കണ്ടു കഴിഞ്ഞാൽ ട്രാൻസിയൻസിൽ ചോദിക്കുന്ന ഒരുവിധം ചോദ്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അത് നമ്മൾ നോക്കാൻ പോകുന്നത് 2005 IIT ബോംബെ ചോദിച്ച ചോദ്യമാണ്.
ചോദ്യം ഇതാണ്, ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ, തന്നിരിക്കുന്ന ഫിഗറിൽ ദ ഇനീഷ്യൽ കപ്പാസിറ്റർ വോൾട്ടേജ് ഇസ് 0. The switch is closed at t equal to 0. The final steady state voltage across the capacitor will be. ഓക്കെ, അപ്പോൾ ചോദ്യം കണ്ട വഴിക്ക് തന്നെ നിങ്ങൾ ആദ്യം തന്നെ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം റീഡ്രോ ചെയ്യാം. ഓക്കെ, അതാണ് എപ്പോഴും ആദ്യത്തെ നിങ്ങളുടെ സ്റ്റെപ്പ്. ആദ്യം തന്നെ സർക്യൂട്ട് ഡയഗ്രാം അതേപടി റീഡ്രോ ചെയ്യാം. കാരണം നിങ്ങൾ ഇപ്പോൾ എക്സാം എഴുതുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. ഓക്കെ, നമുക്കൊരു കപ്പാസിറ്റർ ഉണ്ട്, പിന്നെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് 10 ohm റെസിസ്റ്റൻസ്, കപ്പാസിറ്ററിൻ്റെ വാല്യൂ 10 കപ്പാസിറ്ററിൻ്റെ വാല്യൂ 10 ohm ആണ്. ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. ഓക്കെ, അടുത്തത് 20 volt ആണ് ഈ വോൾട്ടേജിൻ്റെ വാല്യൂ. ഇനി t equal to 0 നമ്മുടെ സ്വിച്ച് ക്ലോസ് ആകുന്നത്. ഇതാണ് സർക്യൂട്ട്. ഇനി എന്താണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്? ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ദ ഇനീഷ്യൽ കപ്പാസിറ്റർ വോൾട്ടേജ് 0. ഇനീഷ്യൽ കപ്പാസിറ്റർ വോൾട്ടേജ്, കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള ഇനീഷ്യൽ വോൾട്ടേജ് 0 തന്നിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യൽ വോൾട്ടേജ് റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്കറിയാം V is equal to 0 മൈനസ് ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ PC 0 മൈനസ് 0 വോൾട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ദ ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ വിൽ ബി. ദി ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ വിൽ ബി. അതായത് നമുക്ക് കാണേണ്ടത് ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ്. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണേണ്ടത് VC ഇൻഫിനിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ t equal to 0 മൈനസിൽ എന്താണ് കണ്ടീഷൻ നോക്കും. ഓക്കെ, t equal to 0 മൈനസിൽ നമ്മൾ കണ്ടീഷൻ നോക്കും. പിന്നെ t equal to 0 പ്ലസിലെ കണ്ടീഷൻ നോക്കും. പിന്നെ നമ്മൾ t greater than 0 അല്ലെങ്കിൽ t equal to ഇൻഫിനിറ്റിയുടെ കണ്ടീഷൻ നോക്കും. അപ്പോൾ നമുക്കറിയാം t equal to 0 മൈനസ്, t equal to 0 ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ t equal to 0 മൈനസിൽ ഇതിന് മുൻപുള്ള സമയത്ത് ഈ സ്വിച്ച് ഓപ്പൺ ആണ്. സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഈ സർക്യൂട്ട് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിലാണ്. നമ്മളവിടെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സിൽ നോക്കി ഇത് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനാണ്. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആകുമ്പോൾ നമുക്ക് എഴുതാം ഇൻഡക്ടർ വിൽ ബി ഷോർട്ട് സർക്യൂട്ടഡ് ആൻഡ് കപ്പാസിറ്റർ വിൽ ബി ഓപ്പൺ സർക്യൂട്ടഡ്. ഓക്കെ, ഇൻഡക്ടർ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും, കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. അപ്പോൾ ഈ ഒരു 20 ohm നമ്മുടെ സർക്യൂട്ടിൽ നിന്ന് പോയി, 20 വോൾട്ടേജ്. നമുക്ക് നമ്മുടെ സർക്യൂട്ട് ഇങ്ങനെയായിരിക്കും വരാം. ഓക്കെ, ഇതൊരു സോഴ്സ് ഫ്രീ നെറ്റ്വർക്കായി മാറി, സോഴ്സ് ഫ്രീ നെറ്റ്വർക്കായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നേരത്തെ വന്നിട്ടുണ്ട് VC 0 മൈനസിൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, കാരണം വേറെ വോൾട്ടേജ് സോഴ്സ് ഒന്നുമില്ല. അപ്പോൾ VC ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ VC 0 മൈനസ് ഈക്വൽ ടു 0 ആയിരിക്കും. നമുക്കറിയാം കപ്പാസിറ്ററിൻ്റെ കേസിൽ കപ്പാസിറ്റർ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. അതുകൊണ്ട് തന്നെ VC ഈക്വൽ ടു 0 മൈനസ് തന്നെ ആയിരിക്കും VC ഈക്വൽ ടു 0 പ്ലസ്. ഓക്കെ, VC ഈക്വൽ ടു 0 മൈനസ് തന്നെ ആയിരിക്കും VC ഈക്വൽ ടു 0 പ്ലസ്. ഇനി അടുത്ത കണ്ടീഷനിൽ t ഈക്വൽ ടു 0 പ്ലസ് ആണ്. ഓക്കെ, t ഈക്വൽ ടു 0 പ്ലസിൽ എന്താണ്? ഇത് നമ്മുടെ ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് ആണ്. t ഈക്വൽ ടു 0 പ്ലസ് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് ആണ്. ട്രാൻസിയൻറ്റ് സ്റ്റേറ്റിൽ ഇൻഡക്ടർ വിൽ ബി ഓപ്പൺ സർക്യൂട്ടഡ് ആൻഡ് കപ്പാസിറ്റർ വിൽ ബി ഷോർട്ട് സർക്യൂട്ടഡ്. t ഈക്വൽ ടു 0 പ്ലസ് എന്ന് പറയുമ്പോൾ ഈ സ്വിച്ച് ക്ലോസ് ആയി കഴിയും. സ്വിച്ച് ക്ലോസ് ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ വോൾട്ടേജ് നമ്മുടെ സർക്യൂട്ടിൽ വന്നു. ഓക്കെ, സർക്യൂട്ടിൽ 10 ohm വന്നു. ഓക്കെ, കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആണ്. കപ്പാസിറ്റർ വിൽ ബി റീപ്ലേസ് ബൈ ഷോർട്ട് സർക്യൂട്ട്. ഇനി ഈ ഒരു കേസിൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് VC 0 പ്ലസിൽ 0 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് VC ഈക്വൽ ടു 0 പ്ലസിൽ നമുക്ക് എന്തെങ്കിലും വോൾട്ടേജ് കിട്ടുകയാണെങ്കിൽ 1 volt 2 volt ഇവിടെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഷോർട്ട് സർക്യൂട്ടിന് പകരം ആ ഒരു വോൾട്ടേജ് ആണ് നമ്മൾ അവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇത് 0 volt ആണ്, അതുകൊണ്ട് ഷോർട്ട് സർക്യൂട്ടായി. അതിനുശേഷം നമുക്ക് നമ്മുടെ 10 ohm. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് 10 ohmന് അതിന് പ്രസക്തി ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടി പോകുന്ന കറണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കിട്ടാം. 20 ആണ് വോൾട്ടേജ്. കറണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? അപ്പോൾ I ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 10 I ഈക്വൽ ടു 2 amps ആയിരിക്കും. ഈ I എന്ന് പറയുന്നത് എന്തായിരിക്കും? IC കപ്പാസിറ്ററിൽ കൂടി പോകുന്ന കറണ്ട് ആയിരിക്കും. ഇത് IC 0 പ്ലസിൽ 2 amps ആണ്. ഇത് നമുക്ക് നമ്മുടെ ഇതിൽ ആവശ്യമില്ല. നമുക്ക് കാണേണ്ടത് VC ഇൻഫിനിറ്റിയിൽ എന്താണെന്നാണ് കാണേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ് t ഈക്വൽ ടു ഇൻഫിനിറ്റി. t ഈക്വൽ ടു ഇൻഫിനിറ്റി നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനാണ്. ഓക്കെ, t ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് ആണ്. സ്റ്റഡി സ്റ്റേറ്റിൽ വീണ്ടും L ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും, കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഓക്കെ, ഇനി റീഡ്രോ ചെയ്യും. ഇപ്പോൾ t ഈക്വൽ ടു ഇൻഫിനിറ്റി സ്വിച്ച് ക്ലോസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ 20 volt നമ്മുടെ സർക്യൂട്ടിൽ വരും. ഓക്കെ, കപ്പാസിറ്റർ നമ്മുടെ ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അടുത്തത് നമ്മുടെ 10 ohm. ഈ ഒരു വോൾട്ടേജ് ആണ് നമ്മുടെ VC ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഈ VC ഇൻഫിനിറ്റി ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ എന്തായി ഒരു സീരീസ് സർക്യൂട്ടായി. കാരണം ഇത് ഓപ്പൺ ആണ്, അതുകൊണ്ട് 10 ഉം പോകുന്ന കറണ്ട് സെയിം കറണ്ട് ആയിരിക്കും. അതുകൊണ്ട് രണ്ട് സീരീസിലാണ്. അപ്പോൾ നമുക്ക് VDR വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? VC ഇൻഫിനിറ്റി.
വി സി ഇൻഫിനിറ്റി വി ഡി ആർ വെച്ച് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ രണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ സെയിം ആയതുകൊണ്ട് ഈ ഇൻപുട്ട് വോൾട്ടേജിന്റെ പകുതിയായിരിക്കും ഓരോ റെസിസ്റ്റൻസിൽ ഡ്രോപ്പ് വരാം. അപ്പോൾ വി സി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് 10 വോൾട്ട് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ ട്രാൻസിയൻസിൽ വന്നാലും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാം. ഓക്കെ, ഇതിൽ രണ്ടാമത്തെ ഇത് ആവശ്യം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഈ സ്റ്റെപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നത് നമുക്ക് സ്ട്രേറ്റ് അവേ വി സി ടി ഈക്വൽ ടു ഇൻഫിനിറ്റി കണ്ടീഷൻ നോക്കായിരുന്നു. പക്ഷെ എങ്ങനെയാണ് നമ്മൾ ട്രാൻസിയൻ അനാലിസിസിൽ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 സ്റ്റെപ്പും ഞാൻ എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം ടി ഈക്വൽ ടു 0 മൈനസിലെ കണ്ടീഷൻ വെച്ച് നമ്മുടെ ഇത് നോക്കാം. രണ്ടാമത്തെ ടി ഈക്വൽ ടു 0 പ്ലസ്, മൂന്നാമത്തത് ടി ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഒന്നും കൂടി ഇതിന്റെ കൺസെപ്റ്റ് ഒന്നും ക്ലിയർ ആക്കാം. അടുത്തത് 2010 IIT ഗുവാഹട്ടി ചോദിച്ച ചോദ്യമാണ്. The switch in the circuit has been closed for a long time. It is opened at t equal to 0. At t equal to 0 plus the current through the 1 mA capacitor is. Okay, അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ആ സർക്യൂട്ടിൽ സ്വിച്ച് ക്ലോസ്ഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. സ്വിച്ച് വാസ് ക്ലോസ് ഫോർ ലോങ് ടൈം. അപ്പോൾ സ്വിച്ച് ക്ലോസ് ഫോർ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആയിരിക്കും. ടി ഈക്വൽ ടു 0, ടി ഈക്വൽ ടു 0ൽ ഈ ഒരു സ്വിച്ച് ഓപ്പൺ ആവാണ്. ടി ഈക്വൽ ടു 0ൽ ആ സ്വിച്ച് ഓപ്പൺ ആവാണ്. ടി ഈക്വൽ ടു 0 പ്ലസിൽ ദി കറന്റ് ത്രൂ ദി 1 mA capacitor is. ഈ കപ്പാസിറ്ററിൽ കൂടി പോകുന്ന ടി ഈക്വൽ ടു 0 പ്ലസിൽ എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് പോലെ തന്നെ നമ്മുടെ കണ്ടീഷൻസ് ഏതാ? ഓക്കെ, ഇതിൽ നമുക്ക് എല്ലാ സ്റ്റെപ്സും എഴുതണമെന്നില്ല. നേരെ നിങ്ങൾക്ക് ടി ഈക്വൽ ടു 0 പ്ലസിലെ കണ്ടീഷനിലോട്ട് പോവാം. പക്ഷേ നമുക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസിയൻ ഒന്നും കൂടെ മനസ്സിലാൻ വേണ്ടിയിട്ട് നമുക്ക് മുഴുവൻ സ്റ്റെപ്സും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ടി ഈക്വൽ ടു 0 മൈനസിലെ നമുക്ക് നോക്കാം. ടി ഈക്വൽ ടു 0 മൈനസ് എന്തായിരിക്കും? സ്റ്റഡി സ്റ്റേറ്റ് ആണ്. സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? എല്ലാം ഷോർട്ട് സർക്യൂട്ട് ആണ്, കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആണ്. ഓക്കെ, ഈ 3 കണ്ടീഷൻ ഓർത്തിരിക്കുക. സ്റ്റഡി സ്റ്റേറ്റിൽ ഇൻഡക്ടർ ഷോർട്ട് സർക്യൂട്ടും കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആണ്. നമുക്ക് നമ്മുടെ സർക്യൂട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതിന് 5 വോൾട്ട് വരും, 1 ഓമിൻ്റെ റെസിസ്റ്റൻസ് വരും. സ്റ്റഡി സ്റ്റേറ്റിൽ എന്താണ്? 1 mA കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് കാണുന്നത് വി സി 0 മൈനസ് ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ റെസിസ്റ്റൻസ് ഒരിക്കലും നമുക്ക് വി സി 0 മൈനസ് കിട്ടും. നമ്മുടെ എന്തുപയോഗിച്ച് വി ഡി ആർ വെച്ചിട്ട് വി സി 0 മൈനസ് വിൽ ബി ഈക്വൽ ടു 5 × 4 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 4 വോൾട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് വി സി 0 മൈനസ് ഈക്വൽ ടു വി സി 0 പ്ലസ് ഈക്വൽ ടു 4 വോൾട്ട് ആയിരിക്കും. അപ്പോൾ 0 പ്ലസിൽ നമുക്ക് 4 വോൾട്ടാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ 0 പ്ലസിലത്തെ വോൾട്ടേജ് നമുക്ക് കിട്ടി. അപ്പോൾ അടുത്ത കണ്ടീഷൻ എന്താണ്? അടുത്ത നമ്മൾ ടി ഈക്വൽ ടു 0 പ്ലസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടി ഈക്വൽ ടു 0 പ്ലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ട്രാൻസിയൻ സ്റ്റേറ്റ്. ട്രാൻസിയൻ സ്റ്റേറ്റിലെ ഇൻഡക്ടർ എന്തായിരിക്കും? ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. പക്ഷേ വോൾട്ടേജ് ഉണ്ടെങ്കിൽ, ഇനീഷ്യൽ വോൾട്ടേജ് വി സി 0 പ്ലസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് 4 വോൾട്ടേജ് വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടി ഈക്വൽ ടു 0 പ്ലസിൽ സ്വിച്ച് ഓപ്പൺ ആയിരിക്കും. ടി ഈക്വൽ ടു 0 പ്ലസിൽ സ്വിച്ച് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ കണ്ടീഷനിൽ വരില്ല. ഓക്കെ, നമ്മുടെ കപ്പാസിറ്റർ വരും. കപ്പാസിറ്റർ നോർമലി ഷോർട്ട് സർക്യൂട്ട് ആണ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് ഇനീഷ്യൽ വോൾട്ടേജ് ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇത് വെച്ച് അതിൻ്റെ വി സി 0 പ്ലസ് വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഇതാണ് 4 വോൾട്ട്. പിന്നെ നമുക്ക് നമ്മുടെ 4 ഓം കിട്ടും. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇതിൽ കൂടി പോകുന്ന കറണ്ട്? അതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഓക്കെ, നമുക്ക് കാണുന്നത് അറ്റ് ടി ഈക്വൽ ടു 0 പ്ലസിൽ കറണ്ട് ത്രൂ കപ്പാസിറ്റർ ഐ സി അറ്റ് 0 പ്ലസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ കൺവെൻഷൻ അനുസരിച്ച് മനസ്സിലാക്കാൻ 0 പ്ലസ് ആണ്. വോൾട്ടേജ് സോഴ്സും ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 1 ആംപ്സ്. 1 ആംപ്സ് ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ബി ആണ് ഇതിൻ്റെ ഉത്തരം വരാം. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ കൊടുത്തിരിക്കാം. ഇനി ഇൻ കേസ് നമുക്ക് ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള ഏതെങ്കിലും ടൈമിലുള്ള ഇത് കണ്ടുപിടിക്കാം. വി സി ഓഫ് ടി, വാട്ട് ഇസ് ദ വോൾട്ടേജ് അക്രോസ് വി സി ഓഫ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കണ്ടീഷൻ നമ്മൾ ഉപയോഗിക്കും. ഇത് കണ്ടീഷൻ ടി ഈക്വൽ ടു ഇൻഫിനിറ്റി. നമ്മുടെ ഇപ്പോൾ ചോദ്യത്തിലുള്ള ഉത്തരം കിട്ടി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ടി ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ കാണും. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് ആണ്. ഇൻഡക്ടർ ഷോർട്ട് സർക്യൂട്ട് ആണ്, കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആണ്. ടി ഈക്വൽ ടു ഇൻഫിനിറ്റിയിലും സ്വിച്ച് വിൽ ബി ഓപ്പൺ ആണ്. കപ്പാസിറ്റർ ഈ കേസിൽ ഓപ്പൺ സർക്യൂട്ട് ആയിട്ടാണ് റിപ്ലേസ് ചെയ്യുക. ടി ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ടി ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ എപ്പോഴും നമ്മൾ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. അതിൽ നമ്മൾ വി സി 0 പ്ലസിന്റെ കണ്ടീഷൻ നമ്മൾ ചെയ്യില്ല. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇത് 4 വോൾട്ട്. ഇതാണ് വി സി ഇൻഫിനിറ്റി. അപ്പോൾ നമുക്കിവിടെ വേറെ സോഴ്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വി സി ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആയിരിക്കും. വി സി ഇൻഫിനിറ്റി 0 ആണെങ്കിൽ വി സി ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആയിരിക്കും. ഇനി ഈ കപ്പാസിറ്ററിനെ ക്രോസുള്ള വോൾട്ടേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ അറിയാം. വി സി ഓഫ് ടി ഈക്വൽ ടു വി സി ഇൻഫിനിറ്റി പ്ലസ് വി സി 0 മൈനസ് വി സി ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി ബൈ ടൗ. ഈ റിലേഷൻ അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇമ്പോർട്ടൻറ്റ് വേർഡ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ വി സി ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആണെന്ന് അറിയാം.
വി സി സീറോ മൈനസിന്റെ വാല്യൂ 4 വോൾട്ട് ആണ്, വി സി ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആണ്. അപ്പം നമുക്ക് കിട്ടും 4 × e⁻t/τ. ഇതാണ് നമ്മുടെ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. ടൗ എന്തായിരിക്കും? ഇത് ലാസ്റ്റ് സർക്യൂട്ട് ആണ്. ടൗവിന്റെ വാല്യൂ R equivalent × C equivalent ആയിരിക്കും ടൗവിന്റെ വാല്യൂ. ടൗ നമ്മൾ പറഞ്ഞു എപ്പോഴും ടൗവിന്റെ വാല്യൂ കണ്ടുപിടിക്കാം സ്വിച്ച് t > 0 എന്ന് പറയുന്ന കണ്ടീഷനിലായിരിക്കും എപ്പോഴും നമ്മൾ ടോവിന്റെ വാല്യൂ കാണാം. അപ്പോൾ t > 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ ഇതായിരിക്കും, ഈ കണ്ടീഷനിലാണ്. അപ്പോൾ 1 ഓം നമ്മുടെ ഇതിൽ വരുന്നില്ല. അപ്പോൾ C equivalentന്റെ വാല്യൂ എന്തായിരിക്കും? 1 μF ആയിരിക്കും. R equivalentന്റെ വാല്യൂ 4 ആയിരിക്കും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VC(t)ന്റെ ഇക്വേഷൻ കിട്ടും. അതിൽ നമുക്ക് ഏത് ടൈമിലത്തെ വോൾട്ടേജ് വെച്ചാലും ആ ടൈം ഈക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിലുള്ള കപ്പാസിറ്ററിനെ കുറിച്ചുള്ള വോൾട്ടേജ് കിട്ടും. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഈ ചോദ്യം നോക്കാം. ട്രാൻസിയൻസിന്റെ അവസാനത്തെ ചോദ്യമാണ്. ഇതിൽ നിന്ന് ട്രാൻസിയൻസിന്റെ എല്ലാ കൺസെപ്റ്റും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുകയാണ്. ക്വസ്റ്റ്യൻ IIT Roorkee 2017 ചോദിച്ച ചോദ്യമാണ്. ദ സ്വിച്ച് ഇൻ ദ ബിലോ ഫിഗർ വാസ് ക്ലോസ്ഡ് ഫോർ എ ലോങ് ടൈം. ഇറ്റ് ഈസ് ഓപ്പൺഡ് അറ്റ് t = 0. t = 0 അത് ഓപ്പൺ ആയത്. ദ കറന്റ് ഇൻ ദ ഇൻഡക്ടർ ഓഫ് 2 H ഫോർ t > 0 ഈസ്. ഈ ഇൻഡക്ടറിൽ കൂടി പോകുന്ന കറന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇൻഡക്ടറിൽ കൂടി പോകുന്ന കറന്റ് I(t) നമ്മുടെ റിലേഷൻ അറിയാം. I of infinity പ്ലസ് I(0) മൈനസ് I of infinity ഇൻറ്റു e⁻t/τ. ഇതാണ് കറന്റ് ത്രൂ ഇൻഡക്ടറിന്റെ ഇക്വേഷൻ. ഓക്കെ, ടൗ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൗ എന്ന് പറഞ്ഞാൽ L equivalent ഡിവൈഡഡ് ബൈ R equivalent അറ്റ് t > 0. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കറണ്ട്? ഇൻഫിനിറ്റിയിലെ കറണ്ട് കാണണം, 0 മൈനസിലെ കറണ്ട് കാണണം, പിന്നെ L equivalent R equivalent. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻഡക്ടറിൽ കൂടി പോകുന്ന കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ സെക്കൻഡ് എന്താണ്? t = 0 മൈനസിലാണ് നമ്മൾ ആദ്യം കാണാം. t = 0 മൈനസിൽ എന്താണെന്ന് നമ്മുടെ കണ്ടീഷൻസ് നോക്കാം. t = 0 മൈനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ എന്തായിരുന്നു? L ഷോർട്ട് സർക്യൂട്ടും കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടും. t = 0 സ്വിച്ച് ഓപ്പൺ ആവാണ് ചെയ്യുന്നത്. അപ്പോൾ t = 0 മൈനസിൽ സ്വിച്ച് ക്ലോസ്ഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ t = 0 മൈനസിൽ സ്വിച്ച് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് നമുക്ക് റീഡ്രോ ചെയ്യാം. നമ്മുടെ 50 വോൾട്ടിന്റെ സോഴ്സ്, നമ്മുടെ 6 ഓംസ്. ഓക്കെ, നമുക്ക് ഒരു 8 ഓംസ്, 8 ഓം, വീണ്ടും ഒരു 8 ഓം. ഈ 32 പാരലാണ്. അതുകൊണ്ട് അതിന്റെ ഇക്വലന്റ് എന്തായാലും വരാം? നമുക്ക് അതിന്റെ പകുതിയാണ് വരാം, 16 വരും. ഓക്കെ, ഇനി ഇൻഡക്ടറിൽ എന്താണ്? ഇൻഡക്ടർ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. t = 0 മൈനസിലെ സ്റ്റഡി സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇൻഡക്ടർ വിൽ ബി ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ I = 0 മൈനസിന്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇത് ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഈ 16 അധികം റോൾ ഇല്ല. 16 അക്രോസ് ഈ ഇത് പോയി. ഓക്കെ, ഇനി ഇത് രണ്ടും പാരലാണ്. ഓക്കെ, ഇനി ഇത് നമ്മുടെ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ V ആണെങ്കിൽ V - 50 ഡിവൈഡഡ് ബൈ 6 പ്ലസ് V/8 പ്ലസ് V/8 = 0. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? LCM എന്തായിരിക്കും? LCM 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 8V V - 50 ഡിവൈഡഡ് ബൈ 6 പ്ലസ് ഇത് V/4 ആവും = 0. 4V - 200 പ്ലസ് 6V = 0. 10V = 200. V = 20. Vന്റെ വാല്യൂ 20 ആണെങ്കിൽ Iന്റെ വാല്യൂ എന്തായിരിക്കും? I0 മൈനസ് വിൽ ബി V ഡിവൈഡഡ് ബൈ 8. 20 ഡിവൈഡഡ് ബൈ 8 ആയിരിക്കും ഇതിന്റെ വാല്യൂ. 20 ഡിവൈഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ വിൽ ബി 2.5 amps. 2.5 amps. അപ്പോൾ I = 0 മൈനസിന്റെ വാല്യൂ നമുക്ക് 2.5 ആണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി 2.5 amps. I = 0 മൈനസിന്റെ വാല്യൂ 2.5 amps ആണ് കിട്ടി. ഇനി നമുക്ക് എന്താ കാണുന്നത്? ഇനി I ഇൻഫിനിറ്റിയിൽ കാണണം. ഓക്കെ, ഇനി നമ്മൾ t = 0 പ്ലസിൽ എങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ നോക്കാം. അതിനുശേഷം നമുക്ക് t = ഇൻഫിനിറ്റിയിൽ പോകാം. t = 0 പ്ലസിൽ സ്വിച്ച് ഓപ്പൺ ആയി. ഇത് ട്രാൻസിയന്റ് സ്റ്റേറ്റ് ആണ്. It will be transient state. Inductor will be open circuited and capacitor will be short circuited. പക്ഷേ ഇൻഡക്ടറിൽ 0 മൈനസിലെ വാല്യൂ ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും 0 പ്ലസിലും വരാം. അപ്പോൾ ഈ ഒരു കേസിൽ ഓൾറെഡി നമുക്ക് 2.5 amps IL 0 മൈനസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഡക്ടർ ഓപ്പൺ സർക്യൂട്ടിന് പകരം IL 0 മൈനസിന്റെ ഒരു കറന്റ് സോഴ്സ് ആയിരിക്കും വരാം. അപ്പോൾ ഈ സർക്യൂട്ട് റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരാം. t = 0 പ്ലസ്. അപ്പോൾ 0 പ്ലസിൽ സ്വിച്ച് ഓപ്പൺ ആയി. അപ്പോൾ നമുക്ക് ഒരിക്കലും ഈ ഒരു ഭാഗം വരില്ല. 6 ഓംസും 50 വോൾട്ടേജ് സോഴ്സും വരില്ല. ബാക്കിയുള്ള കണക്ഷൻസ് മാത്രമേ വരുള്ളൂ. നമ്മുടെ 8 ഓംസിന്റെ റെസിസ്റ്റൻസ്, വീണ്ടും 8 ഓംസ്. ഇത് നമ്മൾ പറഞ്ഞു പാരലലാണ്. അതുകൊണ്ട് 16. ഇവിടെ ഇൻഡക്ടർ നോർമലി നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ആണ് കാണിക്കേണ്ടത്. പക്ഷേ I0 മൈനസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു കറന്റ് സോഴ്സ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഈ കറന്റ് സോഴ്സിന്റെ വാല്യൂ ആണ് നമ്മുടെ 2.5. കാരണം IL 0 മൈനസ് വിൽ ബി ഈക്വൽ ടു IL 0 പ്ലസ്.
ഇൻഡക്ടറിൽ കൂടി കറണ്ടിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ വോൾട്ടേജിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് സഡൻലി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ കറണ്ടിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതാണ് ടി ഈക്വൽ ടു 0 പ്ലസിലെ നമ്മുടെ ഇക്വലന്റ് സർക്യൂട്ട്. ഓക്കെ, ഇനി അടുത്തത് ടി ഈക്വൽ ടു ഇൻഫിനിറ്റി. ടി ഈക്വൽ ടു ഇൻഫിനിറ്റി അടുത്തത് എന്താണ്? ടി ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ ഇതേ കണ്ടീഷൻ ആയിരിക്കും. സ്റ്റഡി സ്റ്റേറ്റ് ആണ് ടി ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇൻഡക്ടർ ഇതിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും, കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഈ ഒരു കേസിലും ഈ ഒരു ഭാഗം നമുക്ക് ഉണ്ടാവില്ല, ഈ ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊരു സോഴ്സ് ഫ്രീ ഇതായിട്ടാണ് വരാം. ഓക്കെ, ഇറ്റ് വിൽ ബി സോഴ്സ് ഫ്രീ, കാരണം നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ ഇവിടെ വേറെ സോഴ്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഐ എൽ ഇൻഫിനിറ്റി വിൽ ബി 0 ആയിരിക്കും. അപ്പോൾ ഐ എൽ ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്തായി? ഐ എൽ ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആയി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആയി. ഐ 0 മൈനസ് 2.5 ഉണ്ട്. ഇനി നമുക്ക് കാണുന്നത് ടൗവിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം മാറ്റിയാണ്, ടി ഈക്വൽ ടു 0 പ്ലസിലെ കണ്ടീഷൻ ഞാൻ മാറ്റിയാണ്. അപ്പോൾ ടൗ എന്ന് പറഞ്ഞു, ടൗവിൻ്റെ കണ്ടീഷൻ എപ്പോഴും നമ്മൾ ടി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞ കണ്ടീഷനിൽ മാത്രമേ നമ്മൾ ടൗവിൻ്റെ വാല്യൂ കാണുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ടി ഗ്രേറ്റർ ദാൻ 0 നമ്മൾ സർക്യൂട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് വരാം. 8 ഓം രണ്ടും പാരലൽ ആയതുകൊണ്ട് 16 ഓം. ഓക്കെ, 16 ഓം. ഇതാണ് നമ്മുടെ ഇൻഡക്ടറിൻ്റെ പൊസിഷൻ. അപ്പോൾ നമ്മൾ ഇൻഡക്ടറിൻ്റെ അക്രോസ് ആണ് നമ്മൾ ആർ ഇക്വലന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 8ഉം 8ഉം സീരീസ് ആണ്. അപ്പോൾ 16 കിട്ടും. 16 പാരലൽ 16, ഇതിൻ്റെ വാല്യൂ 8 ആയിരിക്കും. അപ്പോൾ ആർ ഇക്വലന്റ് 8 ആയിരിക്കും. ഐ ഇക്വലന്റ് ഒരു ഇൻഡക്ടൻസ് ഉള്ളതുകൊണ്ട് 2 ഹെൻറി തന്നെ ആയിരിക്കും. അപ്പോൾ ടൗവിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2/8 ഈക്വൽ ടു 1/4. ഓക്കെ, 1/4. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ എടുക്കാം. ഇക്വേഷൻ എന്തായിരുന്നു? ഐ ഓഫ് ടി, കറന്റ് ഇൻഡക്ടറിൻ്റെ ഇക്വേഷൻ ഐ ഇൻഫിനിറ്റി 0 ആണ്, അതുകൊണ്ട് 0 എഴുതി. പ്ലസ് 0 മൈനസിൽ 2.5 ആണ്. 2.5 ഐ ഇൻഫിനിറ്റിയിൽ 0 ആണ്. ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ടൗ. ടൗ 1/4 ആണ്, മുകളിലേക്ക് പോകുമ്പോൾ 4. അപ്പോൾ ഈക്വൽ ടു 2.5 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 4t. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരാം. 2.5 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 4t. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ക്വസ്റ്റ്യനും ട്രാൻസിയൻസിലെ ഓരോ ഇക്വേഷനും നമ്മൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം വരാം. ഇങ്ങനെയാണ് ഓരോ ട്രാൻസിയൻസിൻ്റെ ഇക്വേഷൻ പ്രോബ്ലം ചെയ്യാം. ടി ഈക്വൽ ടു 0 മൈനസ്, ടി ഈക്വൽ ടു 0 പ്ലസ്, ടി ഈക്വൽ ടു ഇൻഫിനിറ്റി. ഈ 3 സ്റ്റേറ്റിലും ഉള്ള നമ്മുടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസിയൻസിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 3 പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കാം. ട്രാൻസിയൻസിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കാം. അടുത്തത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ നോക്കാൻ പോകുന്നത് സൈനുസോയ്ഡൽ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ സൈനുസോയ്ഡൽ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസിൽ ആദ്യം നമ്മൾ എങ്ങനെയാണ് ഒരു രണ്ട് സൈനുസോയിഡ്സ് എങ്ങനെയാണ് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുക എന്നാണ് ആദ്യം നമ്മൾ നോക്കാം. 2 സിഗ്നൽ തന്നിട്ടുണ്ടെങ്കിൽ ആ 2 സിഗ്നൽ കമ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവണം. ഓക്കെ, അപ്പോൾ 2 സിഗ്നൽ തന്നു വിചാരിക്കുക. സപ്പോസ് x1 ഓഫ് ടി ഈക്വൽ ടു vm സൈൻ ഒമേഗ ടി, അതുപോലെ x2 ഓഫ് ടി ഈക്വൽ ടു vm കോസ് ഒമേഗ ടി. ഇങ്ങനെ 2 സിഗ്നൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ 2 സിഗ്നൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ മെയിൻലി 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവണം. ഓക്കെ, 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ 2 സിഗ്നലിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, 2 സിഗ്നലിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കണം. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ റെഫറൻസ് ആയിരിക്കണം. 2 സിഗ്നൽ ഷുഡ് ബി ഓഫ് സെയിം സിഗ്നൽ. അതായത് ഒന്നെങ്കിൽ 2 സൈനിലായിരിക്കണം, അല്ലെങ്കിൽ 2 കൊസൈനിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കണം. രണ്ടാമത്തത് രണ്ടിൻ്റെയും സിഗ്നൽ ഒരേ ഫോമിലായിരിക്കണം, ഒന്നെങ്കിൽ കോസിലായിരിക്കണം അല്ലെങ്കിൽ സൈനിലായിരിക്കണം. മൂന്നാമത്തത് സെയിം ഫ്രീക്വൻസി ആയിരിക്കണം. തന്നിരിക്കുന്ന 2 സിഗ്നലും സെയിം ഫ്രീക്വൻസി ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് 2 തന്നിരിക്കുന്ന സിഗ്നൽസിനെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇതിൽ 2 x1 ഓഫ് ടിയിലും x2 ഓഫ് ടിയിലും ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്, കാരണം രണ്ടിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് പോസിറ്റീവ് ആണ്. പക്ഷേ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല, കാരണം രണ്ടാമത്തെ സിഗ്നൽ vm കോസ് ഒമേഗ ടി ആണ്. ഇത് സൈനിലാണ്, പക്ഷേ രണ്ടാമത്തെ സിഗ്നൽ കോസിലാണ്. അതുകൊണ്ട് തന്നെ ഈ 2 സിഗ്നൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. മൂന്നാമത്തത് സെയിം ഫ്രീക്വൻസി ആണോ എന്ന് നോക്കണം. രണ്ടും ഫ്രീക്വൻസി ഒമേഗ ടി ആണ്, അതുകൊണ്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫോമിലോട്ട് ഈ ഒരു സിഗ്നലിനെ കൺവേർട്ട് ചെയ്യണം. ഒന്നെങ്കിൽ vm സൈൻ ഒമേഗ ടീനെ കോസ് ഒമേഗ ടിയിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ കോസ് ഒമേഗ ടീനെ സൈനിൻ്റെ ടേംസിലേക്ക് മാറ്റാം. ഇതിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ +90 ചെയ്യാം, -180 ചെയ്യാം. അങ്ങനെയുള്ള ടേംസുകളാണ് നമ്മൾ നോർമലി ചെയ്യാറ്. അതിന് പകരം ഒരു എളുപ്പ വഴിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകാം. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ആദ്യം ഒരു ക്വാഡ്രന്റ് വരയ്ക്കാം.
ഓക്കെ, ഒരു ക്വാഡ്രന്റ് ഓപ്പറേഷൻ നോക്കാം. ആദ്യം ഒരു ക്വാഡ്രന്റ് വരച്ചിട്ട് അതിൽ റൈറ്റ് സൈഡിൽ കോസ് തീറ്റ എന്നും നെഗറ്റീവ് സൈഡിൽ എക്സ് ആക്സിസിന്റെ നെഗറ്റീവ് സൈഡിൽ മൈനസ് കോസ് തീറ്റ എന്നും വൈ ആക്സിസിന്റെ നെഗറ്റീവ് സൈഡിൽ സൈൻ തീറ്റ എന്നും പോസിറ്റീവ് ഡയറക്ഷനിൽ മൈനസ് സൈൻ തീറ്റ എന്നും എഴുതാം. അപ്പോൾ അതൊരു ക്വാഡ്രന്റ് ആയിരിക്കാം. റൈറ്റിൽ കോസ് മൈനസ് കോസ്, അടിയിൽ സൈന്, മുകളിൽ മൈനസ് സൈൻ. ഈ ഒരു ഇത് ഓർത്തിരിക്കും. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യാന്ന് വെച്ചാൽ, അതിന് മുമ്പ് നമ്മൾ ഈ ക്വാഡ്രന്റിൽ പോകുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് പോകുകയാണെങ്കിൽ, അതായത് ആന്റി ക്ലോക്ക് വൈസ് ആണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ലീഡ് എന്ന് പറയും. ആന്റി ക്ലോക്ക് വൈസ് ആണ് പോകുന്നുണ്ടെങ്കിൽ ലീഡ് എന്ന് പറയും. ആ ആംഗിളിൽ നമ്മൾ പോസിറ്റീവ് ആംഗിൾ ആയിട്ടാണ് എടുക്കുക. പോസിറ്റീവ് ആംഗിൾ ആയിട്ടാണ് എടുക്കുക. അതേസമയം നമ്മൾ ക്ലോക്ക് വൈസ് ആണ് പോകുന്നതെങ്കിൽ, സപ്പോസ് ഒരു ക്ലോക്ക് വൈസ്, ആ ഇതിനെ നമ്മൾ ലാഗ് എന്ന് വിളിക്കും. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ അത് മനസ്സിലായി. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു രണ്ട് സിഗ്നൽ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യാം? ഇപ്പോൾ ഇതിൽ ഓൾറെഡി വി എം സൈൻ ഒമേഗ ടി ആണ്. ഇത് പോസിറ്റീവ് ആണ്. വി എമ്മിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈൻ തീറ്റയുടെ ഇതിലായിരിക്കും ഈ ഒരു x1t എടുക്കുക. ഇതിൽ വേറെ ഫേസ് ആംഗിളോ ഒന്നും തരാത്തത് കൊണ്ട് ഇത് x1 ഓഫ് ടി റെപ്രസെന്റ് ചെയ്യാം. ഇതായിരിക്കും. ഇതാണ് x1 ഓഫ് ടി, വി എം സൈൻ ഒമേഗ ടി. അടുത്തത് x2 ഓഫ് ടി എന്ന് പറഞ്ഞാൽ വി എം കോസ് ഒമേഗ ടി ആണ്. ഇതിന്റെയും ആംപ്ലിറ്റ്യൂഡ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് പോസിറ്റീവ് കോസ് തീറ്റയിലായിരിക്കും അതിന്റെ ഇത് വരാം, സിഗ്നൽ വരാം. അപ്പോൾ ഇതാണ് x2 ഓഫ് ടി. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനെ കൺവേർട്ട് ചെയ്യാം? ഒന്നെങ്കിൽ നിങ്ങൾക്ക് സൈനിനെ കൊസൈനിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ കൊസൈനെ സൈനിലോട്ട് മാറ്റാം. ഞാൻ ഇവിടെ സൈൻ ഒമേഗ ടീനെ റെഫറൻസ് ആയിട്ട് എടുക്കുകയാണ്. കോസ് ഒമേഗ ടീനെ നമ്മൾ സൈനിന്റെ ടേംസിലേക്ക് മാറ്റാൻ പോകണം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു റെഫറൻസ് സിഗ്നൽ ഏതാണോ എടുക്കുന്നത് നോക്കാം. സപ്പോസ് ഞാൻ എൻ്റെ റെഫറൻസ് സിഗ്നൽ സൈൻ തീറ്റയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ആ റെഫറൻസ് സിഗ്നൽ എത്ര ആംഗിൾ തിരിച്ചാലാണ് കോസ് തീറ്റ, അല്ലെങ്കിൽ നമുക്ക് ഏത് ഇതിൻ്റെയൊക്കെയാണ് മാറ്റേണ്ടത്? മീൻസ് ഇപ്പോൾ നമുക്ക് x2 ഓഫ് ടീനെയാണ് സൈനിന്റെ ടേംസിലേക്ക് മാറ്റേണ്ടത്. അതിനായിട്ട് നമ്മൾ റെഫറൻസ് എടുക്കുന്നത് സൈൻ തീറ്റ, x1 ആണ് റെഫറൻസ് സിഗ്നലായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ റെഫറൻസ് സിഗ്നലിനെ നമുക്ക് ഏത് സിഗ്നലോട്ടാണോ എത്തിക്കേണ്ടത് അതിന് എത്ര ആംഗിൾ ആണ് അത് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റെഫറൻസ് x1 ആണ്. ഈ x1 നമ്മുടെ മാറ്റേണ്ട സിഗ്നൽ എന്ന് പറഞ്ഞാൽ x2 ആണ്. അതിലോട്ട് എത്ര ആംഗിൾ ആണ് അത് എടുക്കാമെന്ന് നോക്കാം. അതിന് രണ്ട് വേ ഉണ്ട്. ഒന്നെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് പോകാം, ഒന്നെങ്കിൽ നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് നോക്കാം, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് പോകാം. ഇങ്ങനെ രണ്ട് വേ ആണ് നമുക്കുള്ളത്. ഈ രണ്ട് വേയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി ആന്റി ക്ലോക്ക് വൈസ് ആണ് പോകുന്നതെങ്കിൽ, ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് ആണ് പോകുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു അത് പോസിറ്റീവ് ആംഗിൾ ആയിട്ടാണ് എടുക്കുക. അപ്പോൾ നമ്മൾ x2 ഓഫ് ടീനെ നമ്മൾ എന്ത് ചെയ്തു? x2 ഓഫ് ടീനെ നമ്മൾ എന്ത് ചെയ്താൽ വി എം സൈൻ. ഇനി നമ്മൾ സൈനിന്റെ ടേംസിലാണ് നമ്മൾ x2 ഓഫ് ടീനെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഒമേഗ ടി അതിന്റെ ഫ്രീക്വൻസി ഇടും. ഇനി എത്ര ആംഗിൾ ആണ് നമ്മൾ ഈ റെഫറൻസ് ഈ കോസിലോട്ട് എത്താനായിട്ട് എടുക്കുന്നത്? നമ്മൾ ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ആന്റി ക്ലോക്ക് വൈസ് എടുക്കുകയാണെങ്കിൽ 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലേ നമുക്ക് x2ലോട്ട് എത്താം. ആന്റി ക്ലോക്ക് വൈസ് അതുകൊണ്ട് തന്നെ അത് നമുക്ക് പോസിറ്റീവ് ആംഗിൾ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് +90 ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, x2 ഓഫ് ടി വി എം സൈൻ ഒമേഗ ടി +90. ഇനി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. സപ്പോസ് റൊട്ടേറ്റിംഗ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ x1 സിഗ്നൽ, റെഫറൻസ് സിഗ്നൽ കോസ് തീറ്റ എത്താനായിട്ട് നമുക്ക് 270 ഡിഗ്രീസ് ആണ്. അപ്പോൾ നമ്മൾ x2 ഓഫ് ടി എന്ത് ചെയ്തു? വി എം സൈൻ ഒമേഗ ടി മൈനസ് എന്തുകൊണ്ടാണ്? നമ്മളിത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത്. അതുകൊണ്ട് -270 ഡിഗ്രി. ഇങ്ങനെയാണ് നമ്മൾ x2 ഓഫ് ടീനെ അല്ലെങ്കിൽ നമുക്ക് ഒരേ ടേമിലോട്ട് മാറ്റാനായിട്ട് നമുക്ക് നോക്കാം. ഇനി നമുക്ക് x2 ഓഫ് ടിയും x1 ഓഫ് ടിയും കമ്പയർ ചെയ്യും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് പോസിറ്റീവ് ആണ്, രണ്ടും ഒരേ ടേമാണ്, സൈൻ ടേംസ് തന്നെയാണ്. മൂന്നും ഒരേ രണ്ട് സിഗ്നലും ഒരേ ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. രണ്ട് സിഗ്നൽ എടുത്തു, അത് ഒരേ ഫോമിലോട്ട് ആക്കാനായിട്ട് ഒരു സിഗ്നൽ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തു. ഒരു സിഗ്നൽ മീൻസ് ഒരു സൈൻ ടേമോ ഒരു കൊസൈൻ ടേമോ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തു. ആ റെഫറൻസ് നമ്മുടെ ഏത് സിഗ്നലാണോ മാറ്റേണ്ടത് ആ സിഗ്നലോട്ട് എത്താനായിട്ട് എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്താലാണ് ആ സിഗ്നലോട്ട് എത്താമെന്ന് നോക്കിയിട്ട് ആ ആംഗിളിന്റെ നോർമൽ നമ്മൾ ഷോർട്ടസ്റ്റ് പാത്താണ് നോർമലി എഴുതാം. നമ്മളെപ്പോഴും നോർമലി പ്രോബ്ലത്തിനൊക്കെ എടുക്കുക ഷോർട്ടസ്റ്റ് ആണ്. ഷോർട്ടസ്റ്റ് ആംഗിൾ ലൈൻ ചെയ്തുകൊണ്ട് നോർമലി നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ നോർമലി എഴുതാം. രണ്ട് ഇക്വേഷൻ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ നോർമലി നമ്മൾ ഇതാണ്. ഈ വട്ടത്തിൽ MSQ ചോദിച്ചതുകൊണ്ട് ഒരു പക്ഷേ ഈ രണ്ടും ചോദ്യങ്ങൾ തന്നിട്ട് നിങ്ങൾക്ക് രണ്ട് ആൻസർ തന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് കറക്റ്റ് ആംഗിൾ എന്ന് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്തത് നമുക്കൊരു മൈനസ് ആംപ്ലിറ്റ്യൂഡ് സിഗ്നലിനെ എങ്ങനെയാണ് ഒരു പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡ് സിഗ്നൽ എന്ന് ആക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ക്വാഡ്രാന്റ് വരച്ചു. ഇത് കോസ് തീറ്റ, ഇത് -cos തീറ്റ, ഇത് സൈൻ തീറ്റ, ഇത് -sin തീറ്റ.
ഇനി ഇത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? x1 ഓഫ് ടി ഇപ്പോൾ ഇരിക്കുന്നത് എങ്ങനെയാണ്? x1 ഓഫ് ടി മൈനസ് 10 സൈൻ ഇതിലാണ് ഇരിക്കുന്നത്. മൈനസ് 10 സൈൻ മൈനസ് തീറ്റ വരുന്നത് ഈ ഒരു ആക്സിസിലാണ്. ഓക്കെ, മൈനസ് 10 വരുന്നത് ഈ ഒരു ആക്സിസിലാണ്. ഇനി ഇത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാം? ഇത് ഒമേഗ ടി പ്ലസ് 60 ആണ്. അപ്പോൾ മൈനസ് സൈൻ ഈ ഒരു ആക്സിസിലാണ് കിട്ടി. ഒമേഗ ടി പ്ലസ് 60 ആണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റിംഗിൽ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x2 ഓഫ് ടി റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ x1 ഓഫ് ടി റെപ്രസെന്റ് ചെയ്യുന്നത് ഏതിൽ? നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡിൽ. ഓക്കെ, നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത് x1 ഓഫ് ടി മൈനസ് 10 സൈൻ ഒമേഗ ടി പ്ലസ് 60. ഇനി നമുക്ക് ഇതിനെ പോസിറ്റീവിലോട്ട് മാറ്റണം. അതായത് ഈ ഒരു സിഗ്നലിനെ പോസിറ്റീവ് സൈനിന്റെ ടേംസിലാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിന് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു നമ്മൾ ഒരു റെഫറൻസ് സിഗ്നൽ എടുക്കാം. അപ്പോൾ നമ്മൾ നോർമലി റെഫറൻസ് സൈൻ തീറ്റയാണ് റെഫറൻസ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി ഈ സൈൻ തീറ്റ നമ്മൾ അടുത്ത് പറഞ്ഞ പോലെ എത്ര റൊട്ടേറ്റ് ചെയ്താലാണ് നമ്മുടെ ഗീവൺ സിഗ്നലിലോട്ട് എത്താം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പ്ലസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര എടുക്കും? ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. അപ്പോൾ മൊത്തം എത്ര ആംഗിളാണ്? 180 പ്ലസ് 60 240 ഡിഗ്രിയാണ്. ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 240 ഡിഗ്രിയാണ് കിട്ടുക. ഇനി ക്ലോക്ക് വൈസിലാണെങ്കിൽ ഇത് 90, ഇത് 30, ഇത് 30 ഡിഗ്രി, ഇത് 9 ഡിഗ്രി, 120 ഡിഗ്രിയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് കിട്ടുക. നമ്മൾ പറഞ്ഞു എപ്പോഴും നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നോർമലി നമ്മൾ എടുക്കാം. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 120 ആണ്. അപ്പോൾ നമ്മൾ x1 ഓഫ് ടി നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? x1 ഓഫ് ടി അതിന് ആംപ്ലിറ്റ്യൂഡ് മാറില്ല, 10 തന്നെ. പക്ഷേ ഇനി നമ്മൾ സൈനിന്റെ ടേംസിലാണ് എഴുതാൻ പോകുന്നത്. 10 സൈൻ പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡിന്റെ ടേംസിലാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. 10 സൈൻ ഒമേഗ ടി. ഇനി നമ്മൾ ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്തത്. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ നെഗറ്റീവ് ആംഗിൾ ആയിട്ടാണ് നമ്മൾ എടുക്കുക. മൈനസ് 120. ഇതാണ് ഈ മൈനസ് 10 സൈൻ ഒമേഗ ടി പ്ലസ് 16 അതിന്റെ നെഗറ്റീവ് സൈൻ മാറ്റി പോസിറ്റീവ് ആക്കാനായിട്ട് നമ്മൾ ചെയ്തത്. കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 10 സൈൻ ഒമേഗ ടി മൈനസ് 120 ആണ്. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇത് നമ്മൾ ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ. ഇനി ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതേപോലെ തന്നെ 10 സൈൻ ഒമേഗ ടി ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പ്ലസ് 240 ഡിഗ്രി, പ്ലസ് 240 ഡിഗ്രി. ഓക്കെ, അപ്പോൾ പുതിയ സിഗ്നൽ എന്തായി? ഇതാണ് പുതിയ സിഗ്നൽ. എന്താവും? ഇതാണ് 10 സൈൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, ഒമേഗ ടി പ്ലസ് 240. പ്ലസ് 240 എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലസ് 240 എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ സിഗ്നൽ തന്നെയാണ് കിട്ടുക. ഓക്കെ, നമ്മൾ എന്ന് വെച്ചാൽ മൈനസ് 10 എങ്ങനെയാണ് പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡിൽ റെപ്രസെന്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ x1 ഓഫ് ടി നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ സെയിം x1 ഓഫ് ടി ആണ് കിട്ടുക. 10 സൈൻ ഒമേഗ ടി പ്ലസ് 240. നേരെ തിരിച്ച് ചെയ്താലും അതേപോലെ അത് റൊട്ടേറ്റ് ചെയ്താൽ 10 സൈൻ ഒമേഗ ടി മൈനസ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് 120 ഡിഗ്രി കഴിഞ്ഞാൽ x1 ഓഫ് ടി. അപ്പോൾ അതേ സിഗ്നൽ തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഒരു ആംപ്ലിറ്റ്യൂഡ് ഇത് നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡിനെ പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് ആക്കുമ്പോൾ ആംഗിളിൽ ഫേസ് ആംഗിളിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ കുറച്ച് സിഗ്നൽ തന്നിട്ട് ആ സിഗ്നല് എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ഫോമിലോട്ട് കൊണ്ടുവരാം എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 4 സിഗ്നൽ കാണാം. x1 ഓഫ് ടി, x2 ഓഫ് ടി, x3 ഓഫ് ടി, x4 ഓഫ് ടി. ഇതിൽ ഞാൻ സൈൻ ടേം ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സൈൻ ആണ് നമ്മുടെ റെഫറൻസ് സിഗ്നലായിട്ട് എടുക്കുക. സൈൻ ആണ് നമ്മുടെ റെഫറൻസ് സിഗ്നൽ. ഇനി അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഏതൊക്കെ സിഗ്നൽസ് ആണ് ഇതിൽ കറക്റ്റ് ഫോമിലുള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യത്തത് x1 ഓഫ് ടി 50 സൈൻ ഒമേഗ ടി മൈനസ് 30. പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡ് ആണ്, സൈൻ ടേം തന്നെയാണ്, ഫ്രീക്വൻസി സെയിം ആണ്. അപ്പോൾ x1 ഓഫ് ടി കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ഒമേഗ ടി ആണെന്ന് കൺസിഡർ ചെയ്യാം നമ്മുടെ റെഫറൻസ് സിഗ്നൽ. അടുത്തത് x2 ഓഫ് ടി. x2 ഓഫ് ടിയിൽ മൈനസ് 10 സൈൻ ഒമേഗ ടി പ്ലസ് 60. ഇതിൽ നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡ് ആണ്, പക്ഷേ ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. പോസിറ്റീവ് സൈൻ ടേം തന്നെയാണ്, ഒമേഗ ടി തന്നെയാണ്. പക്ഷേ ആംപ്ലിറ്റ്യൂഡ് ഉള്ളതുകൊണ്ട് ഇത് കറക്റ്റ് ഫോമിലല്ല, ഇത് കറക്റ്റ് ഫോമിലോട്ട് ആക്കണം. ഇനി x3 ഓഫ് ടിയിൽ 2 തെറ്റുകളുണ്ട്. ഒന്ന് നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡും, 2 ഇത് കൊസൈൻ ഫംഗ്ഷനിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മാറ്റണം. അപ്പോൾ ഇതും തെറ്റാണ്, റോങ് ഫോമിലാണ്. x4 ഓഫ് ടിയിൽ പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ്, പക്ഷേ ഇത് കൊസൈൻ ടേമിലാണ്, നമ്മുടെ റെഫറൻസ് സൈൻ ആണ്. അപ്പോൾ ഇതും തെറ്റായിട്ടുള്ള ഫോമിലാണ് എടുക്കുന്നത്. എപ്പോൾ നമ്മൾ x1 ഓഫ് ടി ആണ് റെഫറൻസ് സിഗ്നൽ ആയിട്ട് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സൈനിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ x2, x3, x4 മൂന്നും തെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് മുൻപ് നമുക്ക് ആദ്യം ഈ സിഗ്നൽസ് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്വാഡ്രന്റ് വരച്ചു. ഇത് കോസ്, ഇത് മൈനസ് കോസ്, ഇത് സൈന്, ഇത് മൈനസ് സൈൻ. ആദ്യം നമ്മൾ ഇത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ x1 ഓഫ് ടി എന്താണ്? പോസിറ്റീവ് സൈൻ ആണ്. ഒമേഗ ടി മൈനസ് 30 എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. മൈനസ് 30. അപ്പോൾ ഈ ഒരു ക്വാഡ്രന്റിലാണ് വരിക. ഇതാണ് x1. ഓക്കെ, x2 ഓഫ് ടി മൈനസ് സൈൻ ആണ്. അപ്പോൾ മൈനസ് സൈൻ എന്ന് പറഞ്ഞാൽ ഈ ആക്സിസ് ആണ്. ഒമേഗ ടി പ്ലസ് 60 എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്.
അതുകൊണ്ട് ഈ ഒരു ഭാഗത്താണ് x2 ഓഫ് ടി വരാം, x2. ഇനി x3 x3 റെപ്രസെന്റ് ചെയ്യുക മൈനസ് ആണ്, മൈനസ് കോസ്. മൈനസ് കോസ് എന്ന് പറഞ്ഞാൽ ഇതാണ് മൈനസ് കോസ് ഒമേഗ ടി പ്ലസ് 30. പ്ലസ് 30 എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൈനസ് 30, അപ്പോൾ പ്ലസ് 30 ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ x3 വരാം, ഇതാണ് x3. ഇനി x4 പോസിറ്റീവ് കോസ് ആണ്, പോസിറ്റീവ് കോസിലാണ് 5 കോസ് ആണ്, അത് പോസിറ്റീവ് കോസ് ആണ്. -60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പോൾ ഇതാണ് x4. അപ്പോൾ ഇതാണ് നമ്മുടെ 3 അല്ലെങ്കിൽ 4 സിഗ്നൽസ് തന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ റെപ്രസെന്റ് ചെയ്യുക. ഈ ഒരു കോർഡിനേറ്റ്, അതായത് കോസ് മൈനസ് കോസ് സൈൻ മൈനസ് സൈൻ, ഈ ഒരു കോർഡിനേറ്റിൽ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. പക്ഷേ നമുക്ക് ഈ x1 ഓഫ് ടിയും x2 ഓഫ് ടിയോ അതുപോലെ x1 x3 x1 x4 ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കമ്പയർ ചെയ്യണമെങ്കിൽ എല്ലാം പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കണം, ഒരേ സൈൻ ടേമിലായിരിക്കണം, ഒരേ ഫ്രീക്വൻസി ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് x2നെ നമുക്ക് നമ്മുടെ റെഫറൻസിലോട്ട് മാറ്റാൻ നമുക്ക് നോക്കാം. ആദ്യം x2 ഓഫ് ടി ആണ് നമ്മുടെ മാറ്റേണ്ടത്, കറക്റ്റ് ആക്കേണ്ടത്. ഇത് കോസ്, ഇത് മൈനസ് കോസ്, ഇത് സൈൻ, ഇത് മൈനസ് സൈൻ. അപ്പോൾ ആദ്യം നമുക്ക് ഇത് x2 ഓഫ് ടിനെ റെപ്രസെന്റ് ചെയ്യാം. മൈനസ് സൈനിലാണ് എടുക്കുന്നത്, ഒമേഗ ടി പ്ലസ് 60 ആണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ x2, 60 ആന്റി ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ 60. അപ്പോൾ നമുക്ക് ഇതിൽ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ നമുക്ക് നമ്മുടെ നെഗറ്റീവ് സൈനിനെ നെഗറ്റീവ് സൈൻ മാറ്റിയാൽ മതി. അപ്പോൾ നെഗറ്റീവ് സൈൻ മാറ്റാനായിട്ട് നമ്മുടെ റെഫറൻസ് സൈനായിട്ട് എടുത്തു. എത്ര റൊട്ടേറ്റ് ചെയ്താലാണ് x2ലോട്ട് എത്താം? x2ലോട്ട് എത്താനായിട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ടത് എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം? ഇത് 90 ആണ്, ഇത് 30 ആണ്. അപ്പോൾ 120 ഡിഗ്രി ക്ലോക്ക് വൈസ്, 120 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 120 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x2ലോട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ 10 സൈൻ ഒമേഗ ടി പ്ലസ് 60 അല്ല, ഇനി ക്ലോക്ക് വൈസിലാണ്. ക്ലോക്ക് വൈസിലായതുകൊണ്ട് നെഗറ്റീവ് -120. ഇതാണ് നമ്മുടെ x2 ഓഫ് ടി. ഇപ്പോൾ ഇത് രണ്ട് സിഗ്നലും x1 ഓഫ് ടിയും ഈ x2 ഓഫ് ടിയും നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഫോം. ഓക്കെ, ഇതാണ് അതിൻ്റെ കറക്റ്റ് ഫോം. ഇനി നമുക്ക് x3 ഓഫ് ടി നമുക്ക് നോക്കാം. ഇനി അടുത്തത് x3 ഓഫ് ടി. നമ്മൾ ക്വാഡ്രന്റ് വരച്ചു. ഇത് കോസ്, ഇത് മൈനസ് കോസ്, പോസിറ്റീവ് സൈന്, ഇത് മൈനസ് സൈന്. x3 ഓഫ് ടി -5 മൈനസ് കോസ് ആണ്. മൈനസ് കോസ് ഇതാണ് ഒമേഗ ടി പ്ലസ് 30 എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആന്റി ക്ലോക്ക് വൈസിലാണ് നമ്മുടെ റൊട്ടേഷൻ വരുന്നത്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് സൈനിന്റെ ടേംസിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ നമ്മുടെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ എസ് ആണ്, പ്ലസ് പോസിറ്റീവ് സൈൻ ആണ്. എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലാണ് നമുക്ക് എത്താം? ഇത് 30 ആണെങ്കിൽ ഇത് 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിന് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60 ഡിഗ്രി എത്തും. ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 60 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ x3 സിഗ്നലിലോട്ട് നമ്മുടെ പോസിറ്റീവ് സൈൻ എത്തും. അപ്പോൾ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും? പോസിറ്റീവ് ആയതുകൊണ്ട് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെയാണ്? -5 കോസ് ഒമേഗ ടി പ്ലസ് 30 നമുക്ക് പോസിറ്റീവ് ഡയറക്ഷനിലായി, 5 സൈനിലോട്ടായി, സൈൻ ഒമേഗ ടി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് -60. അപ്പോൾ ഇത് കറക്റ്റ് ഫോമിലെ. ഓക്കെ, x4 ഓഫ് ടി അടുത്തത്. x4 ഓഫ് ടി വരയ്ക്കാനായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ പോസിറ്റീവ് കോസ്, ഇത് മൈനസ് കോസ്, പോസിറ്റീവ് സൈന്, ഇത് മൈനസ് സൈന്. x4 ഓഫ് ടി 5 കോസ്, ഇത് പോസിറ്റീവ് കോസ് ആണ്. ഒമേഗ ടി -60 എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസിലാണ് തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ x4 ഓഫ് ടി. നോർമലി നമുക്ക് എന്താണ് പോസിറ്റീവ് ഇതിലോട്ട് മാറ്റണം. അപ്പോൾ പോസിറ്റീവ് സൈനാണ് നമ്മുടെ റെഫറൻസ്. എത്ര തിരിക്കണം? 30 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് തിരിച്ചു കഴിഞ്ഞാൽ 30 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് x4 ഓഫ് ടി എത്താം. അപ്പോൾ നമുക്ക് ഇതിന് 5 സൈന് ഒമേഗ ടി പ്ലസ് 30, കാരണം ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇനി നമുക്ക് ഈ x1 ഓഫ് ടിയും x2 ഓഫ് ടിയും അതുപോലെ തന്നെ x3 ഓഫ് ടിയും നമുക്ക് x1 ഓഫ് ടി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, മനസ്സിലായി വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന 4 സിഗ്നലിൻ്റെ കറക്റ്റ് ഫോം നമ്മൾ എഴുതി x1 ഓഫ് ടി റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ സൈൻ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ ബാക്കി x2 x3 x4 നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് നമ്മൾ കൊണ്ടുപോകണം. പിന്നെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് x1 ഓഫ് ടി റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, സപ്പോസ് വി ആർ ടേക്കിംഗ് x1 ഓഫ് ടി ആസ് റെഫറൻസ്, അങ്ങനെയാണെങ്കിൽ x2 ഡാഷ് x1 ബൈ ഡാഷ്, x3 ഡാഷ് x1 ബൈ ഡാഷ്, x4 ഡാഷ് x1 ബൈ ഡാഷ്. അതായത് ആദ്യത്തെ ഡാഷ് സൂചിപ്പിക്കുന്നത് ലാഗ് ആണോ ലീഡ് ആണോ, രണ്ടാമത്തത് ബൈ എത്ര ആംഗിൾ, ബൈ എത്ര ഡിഗ്രിയാണ് നമ്മളത് ലാഗ് ആണോ ലീഡ് ആണോ എന്ന് നോക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ സിനുസോയിഡൽ ക്വാണ്ടിറ്റീസിൽ വരുന്ന അല്ലെങ്കിൽ സൈനുസോയിഡൽ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസിൽ വരുന്ന ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ടാണ് കുറച്ച് സമയം നമ്മൾ ഇതിനായിട്ട് ചിലവഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു x1 ഓഫ് ടി ആണ് നമ്മുടെ റെഫറൻസ് സിഗ്നൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ റെഫറൻസ് സിഗ്നൽ പ്ലോട്ട് ചെയ്യാണ്. നമുക്കറിയാം 50 സൈൻ ഒമേഗ ടി -30, പോസിറ്റീവ് സൈൻ ആണ് ഒമേഗ ടി -30, മൈനസ് ആയതുകൊണ്ട് ക്ലോക്ക് വൈസ് ആണ് 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ x1 ഓഫ് ടി. അപ്പോൾ നമ്മൾ x1 ഓഫ് ടി ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഏതാണ് കാണേണ്ടത്? വിത്ത് റെസ്പെക്ട് ടു കാണേണ്ടത് x1. അപ്പോൾ നമുക്ക് x2 വിത്ത് റെസ്പെക്ട് ടു x1 ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മുടെ റെഫറൻസ് x1 ആയിട്ട് എടുത്തു.
ഓക്കെ, ഇനി നമുക്ക് ഏത് സിഗ്നലിനെയാണ് കാണേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അത് ആദ്യം പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് x2 ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്. x2 വിത്ത് റെസ്പെക്ട് ടു x1 ആണ് കാണേണ്ടത്. x2 അപ്പോൾ പ്ലോട്ട് ചെയ്യാം. x2ന്റെ ഇത് നമ്മൾ എടുക്കേണ്ടത് പ്രോപ്പർ ഫോമിലുള്ള വാല്യൂ ആണ് എടുക്കേണ്ടത്. മൈനസ് വാല്യൂ അല്ല, പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡുള്ള സൈൻ ടേം തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഈ വാല്യൂ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് x2 ആയിട്ട്. 10 സൈൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, -120. -120 എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ -120 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇവിടെ ആയിട്ട് വരും. ഇതാണ് നമ്മുടെ x2. ഓക്കെ, ഇതാണ് നമ്മുടെ x2 ഓഫ് ടി. ഓക്കെ, ഇത് x1 ഓഫ് ടി നമ്മുടെ ആംഗിൾ എത്രയായിരുന്നു? -30, അതായത് 30 ഡിഗ്രി. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 120 ഡിഗ്രി ആണ് ടോട്ടൽ, അതായത് x2 നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത്ര നമുക്ക് ആംഗിൾ ആണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്? അപ്പോൾ നമ്മൾ പറഞ്ഞു റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് x1 ഓഫ് ടി സിഗ്നലാണ്. അപ്പോൾ ആ റെഫറൻസ് സിഗ്നലിനെ എത്ര റൊട്ടേറ്റ് ചെയ്താലാണ് നമുക്ക് x2 ഓഫ് ടിയിലോട്ട് എത്താമെന്ന് നമുക്ക് നോക്കാം. റെഫറൻസ് സിഗ്നൽ x1 എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലാണ് x2 ഓഫ് ടിയിലോട്ട് എത്താമെന്ന് നമുക്ക് നോക്കാം. അതിന് രണ്ട് വേ ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ രണ്ട് പോസിബിലിറ്റിയാണ് x1 ഓഫ് ടി x2 ഓഫ് ടിയിലോട്ട് എത്താനുള്ള രണ്ട് പോസിബിലിറ്റീസ് ആണ്. ഒന്ന് ആന്റി ക്ലോക്ക് വൈസ്, രണ്ട് ക്ലോക്ക് വൈസ്. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എത്ര ഡിഗ്രി വരും? ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ 30, 90, 90, 180, 180 plus 30, 210, 210 plus 16, 270 ഡിഗ്രി. പക്ഷെ നമ്മൾ പറഞ്ഞു ഷോർട്ടസ്റ്റ് പാത്താണ് നമ്മൾ നോർമലി എടുക്കുക. അപ്പോൾ ഇതായിരിക്കും ഷോർട്ടസ്റ്റ് പാത്ത് 60, ഇത് 30, 90 ഡിഗ്രി. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. ക്ലോക്ക് വൈസിൽ പോവുകയാണെങ്കിൽ നമുക്ക് 90 ഡിഗ്രിയാണ് കിട്ടുന്നത്. x2 ഓഫ് ടി x1 ഓഫ് ടി റെഫറൻസ് സിഗ്നലായ x1 ഓഫ് ടി x2ലോട്ട് എത്താനായിട്ട് 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്താലാണ് x2ലോട്ട് എത്താം. അപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം അത് ലാഗാണ്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് ലാഗാണ്. എത്ര ഡിഗ്രി? 90 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം x2 ലാഗ് x1 by 90 ഡിഗ്രി. x2 ലാഗ്സ് x1 by 90 ഡിഗ്രി. ഇതാണ് x2 ഓഫ് ടി. ഇതൊന്നും യാതൊന്നും ചെയ്തില്ല. റെഫറൻസ് സിഗ്നലിനെ നമുക്ക് ഏത് സിഗ്നലിനെയാണോ കാണേണ്ടത് ആ സിഗ്നലിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ആ റൊട്ടേഷൻ ചെയ്യുമ്പോൾ എത്ര ആംഗിൾ ആണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്, അത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് നോക്കാം. അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം x2 ലീഡ് x1. കാരണം ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് എത്ര ആംഗിൾ കിട്ടും? ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് 270 ഡിഗ്രി കിട്ടും. x2 ലീഡ്സ് x1 by 270 ഡിഗ്രി എന്ന് വേണമെങ്കിൽ എഴുതാം. x2 ലീഡ് x1 by 270 ഡിഗ്രി. ഇങ്ങനെ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി അടുത്തത് x3. ഓക്കെ, അപ്പോൾ നമ്മുടെ x2 റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് x3 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളും പഠിച്ചു നോക്കാം. നിങ്ങളുടെ ഇതിൽ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് നോക്കിയിട്ട് കറക്റ്റ് ആണോ ഇല്ലെന്ന് നിങ്ങൾ ഇതിന് നോക്കി നോക്കാം. ആദ്യം പോസിറ്റീവ് കോസ്, മൈനസ് കോസ്, പോസിറ്റീവ് സൈൻ, മൈനസ് സൈൻ. നമ്മുടെ റെഫറൻസ് സിഗ്നൽ 50 sin omega t minus 30. പോസിറ്റീവ് സൈൻ ആണ്, 50 ഇവിടെയാണ്. മീൻസ് -30 എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ x1 30. നമ്മുടെ x3 ഓഫ് ടി എന്ന സിഗ്നൽ എത്രയാണ്? പ്രോപ്പർ പൊളാരിറ്റി ഉള്ളത് ഇതാണ്. 5 sin omega t minus 60. സൈനിൽ തന്നെയാണ് omega t minus 60. -60 എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ x2. ക്ലോക്ക് വൈസിൽ -60 ഡിഗ്രി. ഓക്കെ, ഇത് -60 ഡിഗ്രിയാണ്. അപ്പോൾ ഇതാണ് x2. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് x3 ആണ്. നമ്മൾ x3 ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ x3 പ്ലോട്ട് ചെയ്തു, x1 പ്ലോട്ട് ചെയ്തു. ഇനി എന്താണ് റെഫറൻസ് സിഗ്നൽ എത്ര തിരിഞ്ഞാലാണ് നമ്മുടെ എത്ര റൊട്ടേറ്റ് ചെയ്താണ് x3ലോട്ട് എത്താൻ നമുക്ക് നോക്കാം. അപ്പോൾ x1 30 ഡിഗ്രിയാണ് എന്നുള്ളത് 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ എന്താണ് x1 സിഗ്നൽ 30 അല്ലെങ്കിൽ റെഫറൻസ് സിഗ്നലിൽ 30 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ x3ലോട്ട് എത്തും. അപ്പോൾ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് തന്നെ അത് ലാഗ് ആണ്. x3 ലാഗ് എത്ര ഡിഗ്രി? ബൈ 30 ഡിഗ്രി. ഇനി ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് 30 ഡിഗ്രി, ഇത് 90 + 90 180, 180 + 90 270, 270 300, ഇത് 60 ആണ്. ഓക്കെ, 30 90 90 180 180, 180 + 30 210, 210 + 6 210 + 90 290 അല്ലേ? ഇത് മൂന്നും കൂടി ആകുമ്പോൾ 270 ആയി. 270 330 ലീഡ്. x3 ലീഡ് x1 by 330 ഡിഗ്രി. ഓക്കെ, ഇതാണ് x3 ഓഫ് ടി. ഇനിയാണ് x3 ഓഫ് ടി റെപ്രസെന്റ് ചെയ്യുക. ഇനി അടുത്തത് x4 ഓഫ് ടി. വീണ്ടും നിങ്ങൾ ചെയ്ത് നോക്കാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എല്ലാ പ്രോബ്ലങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനുശേഷം IIT കഴിഞ്ഞ വട്ടം ചോദിച്ച ഒരു ചോദ്യം നമുക്കെടുത്ത് സോൾവ് ചെയ്ത് നോക്കാം. മൈനസ് കോസ് പ്ലസ് കോസ് മൈനസ് കോസ് സൈൻ മൈനസ് സൈൻ. അപ്പോൾ x1 ഓഫ് ടി ആണ് നമ്മുടെ റെഫറൻസ്. അതിൽ മാറ്റില്ല. അതിവിടെ തന്നെ x1 30 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ഇനി x4 ഓഫ് ടിയുടെ പ്രോപ്പർ പൊളാരിറ്റി വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചതാണ്
5 sin omega t plus 30. ഇതാണ് sin omega t plus 30. പ്ലസ് 30 എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പ്ലസ് 30 എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് പവർ ഓഫ് ടി. ആന്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്തത്. ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഓക്കെ, സോറി. അപ്പോൾ അവിടെ വീണ്ടും നമ്മുടെ ഇതനുസരിച്ച് റെഫറൻസ് സിഗ്നൽ x1 ആണ്. x1 എത്ര തിരിയണം? x1 ഇവിടെ നിന്ന് ഇത്ര ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്താലാണ് നമുക്ക് കിട്ടുക. ആന്റി ക്ലോക്ക് വൈസ് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലാണ് നമ്മുടെ x4 സിഗ്നലിലോട്ട് എത്താം. അപ്പോൾ എന്താണ് x4 സിഗ്നൽ? ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ലീഡ് ചെയ്യും. ലീഡ് x1 ബൈ എത്ര ഡിഗ്രി? ബൈ 60 ഡിഗ്രി. ബൈ 60 ഡിഗ്രി. ഇല്ലെങ്കിൽ എന്താണ്? ഇത് ലാഗ് ചെയ്യും. എത്ര ഡിഗ്രി? 300 ഡിഗ്രി. ഓക്കെ, അതിന് പെട്ടെന്ന് കിട്ടിയ ഇപ്പോൾ ഒരു 360 ഡിഗ്രിയുടെ റൊട്ടേഷനാണ് എപ്പോഴും ഉണ്ടാകുക. അപ്പോൾ 60 ആണെങ്കിൽ 360 മൈനസ് ആ ആംഗിൾ ആയിരിക്കും മറ്റേ ക്ലോക്ക് വൈസ് ആയിട്ടുണ്ടാകുക. അതുപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പിനേഷൻ എപ്പോഴും 360 ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് രണ്ട് സിഗ്നൽ തന്നിട്ടുണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്തിട്ട് അത് ഏതെങ്കിലും തമ്മിലുള്ള ഫേസ് ആംഗിളോ ലാഗാണോ ലീഡാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാനായിട്ട് സാധിക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഓർത്തിരിക്കുക. അടുത്തത് 2011 IIT മദ്രാസ് ചോദിച്ച ചോദ്യമാണ്. The voltage applied to a circuit is 100 root 2 cos 100 pi t volt and the circuit draws a current of 10 root 2 100 pi t plus pi by 4 amperes. Taking the voltage as the reference phasor, the phasor representation of the current in amperes is. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? അതായത് നമുക്ക് വോൾട്ടേജും ഒരു കറണ്ടും തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ വോൾട്ടേജ് ടേക്കൺ ആസ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ റെഫറൻസ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. ഇതാണ് നമ്മുടെ റെഫറൻസ് സിഗ്നൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറണ്ട് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇങ്ങനെ തരാണെങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ 3 കണ്ടീഷൻ നോക്കാം. രണ്ടും സൈൻ ടേംസിലാണോ അത് രണ്ടും കൊസൈൻ ടേംസിലാണോ നമുക്ക് നോക്കാം. നോക്കുമ്പോൾ നമുക്ക് വോൾട്ടേജ് കോസിലും കറണ്ട് സൈനിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും റെഫറൻസ് കോസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, റെഫറൻസ് കോസ് ആണ് ചോദ്യത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കോസ് തന്നെ റെഫറൻസ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ഐ പ്രോപ്പർ ഫോമിലല്ല, നമ്മുടെ ഐ കറണ്ട് പ്രോപ്പർ ഫോമിലല്ല. അപ്പോൾ ഈ സൈനിന് നമുക്ക് ആദ്യം കൊസൈൻ ടേം ആക്കി മാറ്റണം. ഇവിടെ നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡ് ഒന്നുമില്ല, അതുകൊണ്ട് അത് ആദ്യം ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ കറണ്ടിനെ സൈൻ ടേം കൊസൈൻ ടേമിലേക്ക് ആക്കലാണ് ആദ്യത്തെ നമ്മുടെ ഇത്. അപ്പോൾ കറണ്ട് എന്താണ്? 10 root 2 സൈൻ മൈനസ് സി സൈൻ മൈനസ് സൈൻ 10 root 2 സൈൻ. 10 root 2 പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡ് പോസിറ്റീവ് സൈൻ ആണ്. 100 pi t പ്ലസ് പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ കറണ്ട്, ഇപ്പോഴത്തെ കറണ്ട്. ഓക്കെ, ഇതാണ് 45 ഡിഗ്രി. അല്ലെങ്കിൽ പൈ ബൈ 4. അപ്പോൾ ഈ ഒരു സൈൻ ടേമിനെ നമുക്ക് കൊസൈൻ ടേം ആക്കി മാറ്റണം. അപ്പോൾ നമ്മുടെ റെഫറൻസ് എന്താണ്? കൊസൈൻ ആണ് നമ്മുടെ റെഫറൻസ്. നമ്മുടെ റെഫറൻസ് കൊസൈൻ ആണ്. അപ്പോൾ ഈ കൊസൈനെ എത്ര റൊട്ടേറ്റ് ചെയ്താലാണ് നമ്മുടെ കറണ്ടിലോട്ട് എത്താമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് എത്തും. ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇതും 45 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആയിട്ട് 45 ഡിഗ്രി തിരിഞ്ഞാലാണ് നമ്മുടെ കറണ്ടിലോട്ട് എത്താം. അപ്പോൾ നമുക്ക് കറണ്ട് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 10 root 2 മാഗ്നിറ്റ്യൂഡ് മാറ്റില്ല. സൈനിന് പകരം കൊസൈൻ ആയി. കൊസൈൻ 100 pi t. ഇനി നമ്മൾ പൈ ബൈ 4 നോക്കുന്നില്ല, എത്ര ഇത് തിരിച്ചു എന്നാണ് നമ്മൾ നോക്കുന്നത്. ക്ലോക്ക് വൈസിലാണ് തിരിച്ചത്, അതുകൊണ്ട് നെഗറ്റീവ്. എത്ര ഡിഗ്രി? 45 ഡിഗ്രി തന്നെ, അതുകൊണ്ട് പൈ ബൈ 4. അപ്പോൾ 10 root 2 cos 100 pi t മൈനസ് പൈ ബൈ 4 ആണ് നമ്മുടെ കറണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ജസ്റ്റ് അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇതിൽ നമ്മുടെ ഈ റെപ്രസെൻറ്റേഷൻ നോർമലി നമ്മൾ റെപ്രസെന്റ് ചെയ്യാം വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് പ്ലസ് ഓർ മൈനസ് ഫൈവ് റെപ്രസെന്റ് ചെയ്യാം. ഇതിനെ നമുക്ക് പോളാർ ഫോമിൽ ഏതാണെങ്കിൽ വി ഈക്വൽ ടു വി എം ആംഗിൾ പ്ലസ് ഓർ മൈനസ് ഫൈവ്. അപ്പോൾ ഈ വി എം കാണിക്കുന്നത് മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമുക്ക് റെപ്രസെന്റ് ചെയ്യാം 10 root 2 ആംഗിൾ ഒമേഗ ടി മൈനസ് പൈ ബൈ 4 ആണ്. മൈനസ് പൈ ബൈ 4 ഇതാണ് നമ്മുടെ കറണ്ട്. ഓക്കെ, 10 root 2 അത് മാക്സിമം വാല്യൂ ആണ്. എത്ര ഡിഗ്രി? മൈനസ് പൈ ബൈ 4. അപ്പോൾ ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ഫേസർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഫേസർ വിത്ത് റെസ്പെക്ട് ടു എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി കൺവെൻഷൻ നോക്കാം. അതായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ.